വസന്തേച്ചി ഗർഭിണിയായിരുന്നപ്പോ അച്ഛമ്മ ഇതുപോലെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇതുപോലെ ചെയ്ത സുഖപ്രസവമായിരിക്കുമെന്നാ അച്ഛമ്മ പണ്ട് പറഞ്ഞിരുന്നത്. ഹരിതേ, ഇത് നീ കൃത്യമായിട്ട് ചെയ്തു. ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോർമൽ ഡെലിവറി നടന്നു കിട്ടിയ വളരെ നന്നായിരിക്കും. അതെ, ഒരു ദിവസം വെള്ളമൊഴിക്കാതിരുന്ന വാടിപ്പോവും. വന്ദനേച്ചി, ഞാനേ കരിക്കിന്റെ ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഒരു കരിക്കിന് 70 രൂപ വില. തെങ്ങിൽ നോക്കി നിന്നപ്പോഴേ എനിക്ക് തോന്നി. അതെ, വീട് മാത്രമേ വാടകയ്ക്ക് തന്നിട്ടുള്ളൂ. തെങ്ങിന്റെ ആദായമൊക്കെ ഉടമസ്ഥനാ. അയ്യോ, ഞാൻ കരിക്കൊന്നും വെട്ടാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് കരിക്കിന്റെ എക്സ്പോർട്ടിങ്ങാ. ഫ്ലൈറ്റിലും കപ്പലിലും ഒക്കെ കയറ്റി കരിക്ക് നമ്മൾ വിദേശ വിപണിയിൽ എത്തിക്കുക. വിദേശ കമ്പോളങ്ങളിൽ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിയുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ നമുക്ക് സമ്പാദ്യമായിട്ട് എത്തുന്നു. പിടിച്ചേ നോക്കി നിൽക്കാതെ മുറ്റടിക്കാൻ കൊണ്ട്. ആഹാ, ഇതൊരു അസുലഭ കാഴ്ചയാണല്ലോ. എന്റെ അനിയത്തി നിന്ന് മുറ്റമടിക്കുന്നു. ജീവിതത്തില് ആദ്യമായിട്ട് കാണുക ഞാൻ. ഇത് പ്രസവ ചികിത്സയുടെ ഭാഗ. അല്ലാതെ എന്റെ ഭാര്യ ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടി മുറ്റമടിച്ചതൊന്നും അല്ല. അല്ല, മനോജളിന് ഇന്ന് ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല, എല്ലായിടത്തും ആപ്ലിക്കേഷനൊക്കെ അയക്കുന്നുണ്ട്. മനോജളിന് താല്പര്യം ഉണ്ടെങ്കിൽ വിക്രത്തോട് സംസാരിച്ച് ഒരു ജോലി ശരിയാക്കി തരാം. എന്തു പറയുന്നു? അയ്യോ വേണ്ടേ. ഇത്രയും നാള് കടം മേടിച്ച തിരിച്ചു കൊടുക്കാത്തവെന്നുള്ള പേരുദോഷം മാത്രമേ എനിക്കുള്ളൂ. മയക്കുമരുന്ന് കച്ചവടക്കാരെന്നുള്ള പേരുദോഷം കൂടെ വരുത്തി വെക്കാൻ ഞാനില്ലേ. മാത്രമല്ല, ചെക്ക് കേസിൽ അകത്ത് പോയ ജാമ്യമെങ്കിലും കിട്ടും. കഞ്ചാവുമായിട്ട് പിടിച്ച ജാമ്യം പോലും കിട്ടുകയല്ല. നൊട്ടോറിയസ് ക്രിമിനലുകളുമായിട്ടുള്ള ബിസിനസ് നമ്മൾ ഉദ്ദേശിച്ചതിലും അപകടം പിടിച്ചതാ. ഒരു തെറ്റും ചെയ്യാതെ വന്ദനേച്ചി ജയിലിൽ കിടന്നത് ആരും മറന്നു കാണില്ലല്ലോ. അനുഭവങ്ങൾ പാഠങ്ങളാക്കിയ എല്ലാവർക്കും കൊള്ളാം. മനോജേ, നിനക്ക് ജോലി വേണ്ടായിരുന്നെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരായിരുന്നോ? ചേട്ടനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചത് മോശമായി പോയി. എന്തു മോശം? അതിലും മോശമായിട്ടുള്ള കാര്യങ്ങളാ നിന്റെ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ. വിക്രം ലഹരി മാഫിയ തലവനാ. വിക്രമിനെതിരെ പല യൂട്യൂബർമാരും സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ലോക ക്രിമിനലായ വിക്രമിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന് നിന്റെ ജഗൻ ചേട്ടൻ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. സത്യം പറഞ്ഞത് നിന്റെ ജഗൻ ചേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ഇനിയും പറയും. എടി, എത്ര കുടുംബങ്ങളെ വിക്രം നശിപ്പിച്ചതെന്നറിയോ? അതുകൊണ്ട് എനിക്ക് ഒരു കുറ്റബോധവും ഫീൽ ചെയ്യുന്നില്ല. അങ്ങോട്ട് അടിച്ചു പോയത്.